പാർട്ടിയുടെ പോലീസ്. അത് അല്ല സ്മൃതി, പോലീസിനെ തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചിട്ടുള്ളവർക്ക് അങ്ങനെ തോന്നാം. ഇപ്പോ പഴയ രാഷ്ട്രീയ നവാബ് രാജേന്ദ്രൻ നടന്ന കാര്യത്തിലുള്ള മറുപടി നിങ്ങൾ ചോദിച്ചിട്ട് അല്ല, ഇത് ശരിയല്ല. നിങ്ങൾ ചോദിച്ചിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള മറുപടി അല്ല ഞാൻ പറയുന്ന മറുപടി കേൾക്കാൻ നിങ്ങൾ തയ്യാറാവണം. നിങ്ങൾക്ക് ചോദ്യത്തിന് മറുപടി പറയാൻ വേണ്ടി വന്നിരിക്കുകയല്ല ഞാൻ. എനിക്ക് പറയാനുള്ളത് ജനം കേട്ടോട്ടെ. അല്ല, നിങ്ങളുടെ ആ ചോദ്യത്തിനുള്ള മറുപടി എന്റെ ചോദ്യത്തിന് മറുപടി പറയണം. എന്റെ ചോദ്യത്തിന് സുരേഷ് മറുപടി പറയണം, ജ്യോതികുമാർ മറുപടി പറയണം. നിങ്ങൾ പാവപ്പെട്ട നവാബ് രാജേന്ദ്രനെ പോലീസ് തല്ലിച്ചതിനാ? എന്റെ ഒരു ചോദ്യത്തിനെങ്കിലും നിങ്ങളുടെ ചോദ്യത്തിന്, നിങ്ങളുടെ ഏത് ചോദ്യത്തിനാണ്? പോലീസ് സേനയില് അവര് ചുവപ്പണിഞ്ഞതിന് ഞാൻ മറുപടി പറയണോ? അവര് ചുവപ്പ് വസ്ത്രം ധരിച്ചതിന് ഞങ്ങൾ CPM മറുപടി പറയണോ? CPM ഇതിനെ തമ്മിൽ കൂട്ടിക്കലർത്തുന്നത് എന്തിനാണ്? പിന്നെ രക്തസാക്ഷി മണ്ഡപം വെക്കുന്നത്, രക്തസാക്ഷി മണ്ഡപം വെക്കുന്നത് നിങ്ങൾ വാട്സാപ്പിന്റെ പേരിൽ നിങ്ങളുടെ മുഖ്യമന്ത്രിയെ വാട്സാപ്പിൽ കളിയാക്കി എന്ന് പറഞ്ഞ് പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ച മാർക്സിസ്റ്റ് പാർട്ടിക്ക് രക്തസാക്ഷി മണ്ഡപം ഉണ്ടാക്കുകയും രാഷ്ട്രീയ പോരാളിത്തം മുദ്രാവാക്യം വിളിക്കുകയും ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കാനുള്ള ഇച്ഛാശക്തിയുണ്ടോ? സുരേഷും ചേക്കൂട്ടിയും കൂടി ഇരുന്ന് ഒരേ തരത്തിലുള്ള അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ അതിന് വിരുദ്ധമായ അഭിപ്രായ പ്രകടനം നടത്താൻ അവസരം തരാതെ ഇടപെട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾ ചർച്ച നടത്തിക്കോ, നമുക്ക് പറ്റില്ല. ഞാൻ എന്ത് പറയണമെന്ന് ഞാൻ തീരുമാനിക്കും. നിങ്ങള് പോലീസിനെ ഉപയോഗിച്ച് പറഞ്ഞല്ലോ ഗൂണ്ടാപ്പടയാണ്, CPM-ന്റെ ഗൂണ്ടാപ്പടയെന്ന് നിങ്ങൾ പറഞ്ഞെങ്കിൽ അതിന് മറുപടി പറയാൻ എനിക്ക് അവസരം തരണം. എനിക്ക് അതിന് അവസരം തരിക. CPM-ന്റെ ഗൂണ്ടാപ്പട, ഞങ്ങൾക്ക് പോലീസിന്റെ സംരക്ഷണത്തിൽ വളരുന്നവരല്ല ഞങ്ങൾ. പോലീസിന്റെ സംരക്ഷണമൊന്നും രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഞങ്ങൾക്ക് വേണ്ട. പോലീസിനെ ഉപയോഗിച്ചിട്ടുള്ളത് ജ്യോതികുമാറും കൂട്ടാളികളുമാണ്. പോലീസിനെ ഉപയോഗിച്ചിട്ടുള്ളത് വിജയൻ, ഞാൻ പറഞ്ഞ വിജയൻ, നവാബ് രാജേന്ദ്രൻ. നിങ്ങൾക്ക് സ്മൃതിക്ക് മറുപടി പറയാനല്ല എന്റെ അതിനാണ് ഞാൻ മറുപടി പറഞ്ഞത്. അത് ഉദ്ഘാടനം ചെയ്യണം ആര് വേണമെന്ന് ആ സംഘടനയല്ലേ തീരുമാനിക്കുന്നത്. ഒരു സംഘടനയുടെ ഉദ്ഘാടനം വിളിക്കേണ്ടത് ആ സംഘടന, അത് അവരുടെ ബോധമാണ്. ആരെ വിളിക്കണമെന്നുള്ളത് അവരുടെ ബോധമാണ്. പിന്നെ ഏത് സംഭവത്തിലും കമ്മ്യൂണിസ്റ്റുകാര് ജനപക്ഷത്ത് നിൽക്കുമ്പോ ഞങ്ങൾ പോയി പറയുന്നത് ഞങ്ങൾ അവരോട് പോലീസിനോടായാലും ജനങ്ങളോടായാലും പൊതുസമൂഹത്തോടായാലും സ്നേഹത്തോടെ സാഹോദര്യത്തോടെ നിയമപരമായി പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് പറയാറുള്ളത്. മുന്നോടിയായി രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയത് തീരുമാനിക്കുന്നത് ആ സംഘടന നിയമപരമായി അങ്ങനെ വിളിക്കാൻ പാടുണ്ടോ ഇല്ലയോ നിങ്ങൾ പരിശോധിക്കുക. രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയതും അവരുടെ ഇഷ്ടം. എന്നെ ഒരു പരിപാടിക്ക് വിളിച്ചാൽ തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. മടങ്ങിയെത്താം ചർച്ചയിലേക്ക്. ശ്രീ ജ്യോതികുമാർ ചാമക്കല, ശ്രീ നൌഷാദിന്റെ ആരോപണത്തിന് മറുപടിയുണ്ടോ? UDF കാലത്താണ് പോലീസ് ഏറ്റവും അധികം രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടത് എന്നുള്ളത് മുഖ്യമന്ത്രി തന്നെ പലപ്പോഴും സംസാരിക്കുമ്പോൾ പറയാറുള്ളതാണ്. ഇപ്പോൾ പോലീസിന് സർക്കാർ മാറിയത് മനസ്സിലായിട്ടില്ല, പഴയ സ്വഭാവം തുടരുന്നു എന്ന്. അല്ല, പഴയ സ്വഭാവം തുടരുന്നുകൊണ്ടാണോ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ചെങ്കൊടി കൊണ്ടുള്ള ഷർട്ട് ധരിച്ചു വരുന്നതും രക്തസാക്ഷി മണ്ഡപങ്ങൾ സ്ഥാപിക്കുന്നതും അവിടെ ഇൻകുലാബ് സിന്ദാബാദ് വിളിക്കുന്നതും CPM-ന്റെ ജില്ലാ സെക്രട്ടറിയെ വിളിച്ച് അവരുടെ അസോസിയേഷൻ ഉദ്ഘാടനം നടത്തിക്കുന്നതുമൊക്കെ? അപ്പോൾ അതല്ല, ഇപ്പോഴാണ് പിടിവിട്ടു പോയത്, ഇപ്പോഴാണ് കൺട്രോൾ വിട്ടുപോയത്. പിന്നെ നൌഷാദ് പറയുന്നത് എന്തൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹം ചോദിക്കും, നമ്മളൊക്കെ മറുപടി പറയണമെന്നാണ് പറയുന്നത്. എങ്കിൽ പിന്നെ നാളെ മുതൽ അദ്ദേഹത്തെ ആ ചെറിയ ഇരുത്തു, സ്മൃതി ഒന്ന് മാറിയിട്ട് നൌഷാദിനെ ഇരുത്തു, അദ്ദേഹം ചോദിക്കട്ടെ, ഞങ്ങളൊക്കെ മറുപടി പറയാം. ഇപ്പോൾ നൌഷാദ് പറയുന്നതിനകത്ത് എന്തെങ്കിലും അർത്ഥം വേണ്ടേ? ഇപ്പോൾ ഉദയകുമാർ ഉരുട്ടിക്കൊലയെക്കുറിച്ച് അദ്ദേഹം വാദോരാതെ സംസാരിക്കുന്നു. കേരള പോലീസ് കൃത്യമായി മനസ്സിലാക്കണം. ഈ ഉദയകുമാർ ഉരുട്ടിക്കൊലയെ സംബന്ധിച്ച് ഹൈക്കോടതി ഇടപെട്ട് CBI എൻക്വയറി വേണമെന്ന് ആവശ്യപ്പെടുകയും CBI എൻക്വയറി നടക്കുകയും അതിൻ്റെ കുറ്റപത്രം കൊടുക്കുകയും ആ കുറ്റപത്രത്തിന്മേൽ ഇപ്പോഴും തിരുവനന്തപുരം CBI കോടതിയിൽ വിചാരണ നടന്നു വരികയുമാണ്. അതിൽ സാക്ഷികളായിരുന്ന CPM അനുഭാവികളായ പോലീസുകാരെല്ലാം ഇപ്പോൾ കൂറുമാറിയിട്ടുണ്ട്. ഇതൊക്കെ ശ്രീ നൌഷാദ് പഴയകാല ചരിത്രമൊന്നും എടുത്ത് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. അല്ലാതെ സ്റ്റേറ്റ് പോലീസൊന്നും അല്ല ഒന്നും ചെയ്തിട്ടുള്ളത്. അതിലൊറ്റ ആ ഒരു വാചകത്തിൽ തന്നെ ഈ നൌഷാദിൻ്റെ വാദഗതികളെല്ലാം പൊളിഞ്ഞില്ലേ? ഇനി അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ
വേറെ ആർക്കും മനസ്സിലാവുന്നില്ല. നൗഷാദിനും കേരളത്തിലെ CPM-ന്റെ മുഖ്യമന്ത്രിക്കും മാത്രമേ മനസ്സിലാവുന്നുള്ളൂ അവർ ചെയ്യുന്നത് ശരിയാണെന്ന്. വേറെ ആരെയും ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല. അതിനിപ്പോൾ നമ്മളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? സ്മൃതിയെ ചീത്ത വിളിച്ചിട്ട് കാര്യമുണ്ടോ? ഇവിടെ എന്താ സംഭവം? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നു അത് കേരളത്തിന് അപമാനമാണ്. എന്താണ് ശ്രീജിത്തിൻ്റെ കൊലപാതകം? കേരളത്തിന് അപമാനം ഈ ഇത്തരത്തിലൊരു മുഖ്യമന്ത്രിയെ കസേരയിലിരിക്കുന്നത് തന്നെയാണ്. ഇത്തരത്തിലൊരു ആഭ്യന്തരമന്ത്രിയെ കസേരയിലിരിക്കുന്നതാണ് കേരളത്തിന് അപമാനം. കാരണം ഒന്നും അറിയാത്ത ഒരാൾ ഇപ്പോൾ ഒരു കേസിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വാസുദേവൻ്റെ വീട് ആക്രമിച്ചു. അത് കഴിഞ്ഞു. അതിനകത്ത് ഏതോ ഒരു പേര് കേട്ടാൽ വോട്ടർ പട്ടിക നോക്കിയിട്ടാണോ ആളിനെ കണ്ടെത്തുന്നത്? ആ പേരുകാരൻ ആരും ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത് അങ്ങനെയാണോ? അല്ലല്ലോ. ഇപ്പോൾ നൗഷാദ് തന്നെ പറഞ്ഞ മറ്റൊരു കാര്യം, ഞങ്ങൾ ഈ കേസിനെ കുറിച്ച് അങ്ങ് അഗാധമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വരകളും വരിഞ്ഞു മുറുക്കിയതിന് ശേഷമേ യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നു. വാസുദേവൻ്റെ വീട് ആക്രമിച്ചെന്ന് കണ്ടപ്പോൾ കണ്ട ശ്രീജിത്തിനെ പിടിച്ചുകൊണ്ട് തല്ലിക്കൊന്നില്ലേ? അപ്പോൾ എവിടെയായിരുന്നു നിങ്ങളുടെ ഈ അന്വേഷണം? അപ്പോൾ എവിടെയായിരുന്നു നിങ്ങളുടെ ഇത്തരത്തിലുള്ള സൂക്ഷ്മമായുള്ള ചിന്തകൾ? അതൊന്നുമല്ല. ഇവിടെ കൊട്ടേഷൻ കൊടുത്തു. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഈ SP തന്നെയാണ് കൊട്ടേഷൻ ഏറ്റെടുത്തത്. SP ഏറ്റെടുത്ത കൊട്ടേഷൻ കൊടുത്തത് CPM നേതാക്കളാണ്. ഇതിന് വീണ്ടെടുത്ത് കിടന്ന് ഉരുണ്ടിട്ടൊന്നും ഒരു കാര്യവുമില്ല. നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇത് പുറത്തു വരണമെങ്കിൽ അപ്പോൾ വേറെ അന്വേഷണം നടക്കുന്ന ആരാ? SP-യുടെ തൊട്ട് മേലുള്ള IG അന്വേഷിക്കുന്നു. ആ IG കുറച്ചു കാലം മുമ്പ് അവിടെ SP ആയിട്ടിരുന്ന ആളാണ്. അപ്പോൾ ആ പോലീസ് ഹൈറാർക്കിയിലുള്ള IG ശ്രീജിത്ത് അന്വേഷിച്ചാൽ ഈ SP-യുടെ പേരിൽ നടപടിയെടുക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ അവിടെ എല്ലാം വേണ്ട രീതിയിൽ എല്ലാ മാർഗങ്ങളും ചെയ്തതിന് ശേഷമാണ് ഈ അന്വേഷണം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. CIA മുതൽ മുകളിലോട്ടുള്ളവരെ കുറ്റവിമുക്തരാക്കത്തക്ക രീതിയിൽ ബാക്കി ഇപ്പോൾ കേസിൽ പ്രതിയായിരിക്കുന്ന 3 പേരും ഭാവിയിൽ രക്ഷപ്പെടത്തക്ക രീതിയിലുള്ള പഴുതുകൾ ഇട്ടുകൊണ്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വീണ്ടും ചലഞ്ച് ചെയ്യുന്നു, ഈ കേസ് നടന്ന ദിവസങ്ങളിലെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള SP മുതൽ താഴോട്ട് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള 3 പോലീസുകാർ വരെയുള്ളവരുടെ മുഴുവൻ ഒഫീഷ്യലും പേഴ്സണലുമായിട്ടുള്ള മൊബൈലിൻ്റെയും ലാൻഡ് ഫോണിൻ്റെയും കോൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പുറത്തു വിടുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ പുറത്തു വിടുക. ഞങ്ങൾ ഇതെല്ലാം സംബന്ധിച്ചു തരാം. നിങ്ങൾക്ക് കഴിയില്ല. കാരണം ഇതിനകത്ത് കുറ്റം ചെയ്തിരിക്കുന്നത് CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും പോലീസിലെ ക്രിമിനൽസും ചേർന്നുകൊണ്ടാണ്. അതിന് ഇനി കൂടുതൽ ചർച്ചയൊന്നും ആവശ്യമില്ല മിസ്റ്റർ നൗഷാദ്. അത് കേരളീയ ജനങ്ങൾക്കും കേരളത്തിലെ സമൂഹത്തിന് മനസ്സിലാക്കാനുള്ള ആർജവമുണ്ട്. നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും, നിങ്ങൾ അരി എത്രയെന്ന് ചോദിച്ച് പയർ അഞ്ഞാഴി എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഇത് കേരളീയ സമൂഹത്തിന് മനസ്സിലാകുന്നുണ്ട്. ഇതിൻ്റെ യഥാർത്ഥ പ്രതികൾ പുറത്തു വരണമെങ്കിൽ നിങ്ങൾ 10 ലക്ഷം രൂപ കൊടുത്തതുകൊണ്ടോ ജോലി കൊടുത്തതുകൊണ്ടോ ഒന്നും പരിഹാരമാകുന്നില്ല. ഇത് ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഇതിൻ്റെ കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണം. അത് SP ആണെങ്കിൽ SP-ക്കെതിരെ നിങ്ങൾക്ക് വിരലനക്കാൻ പോലും കഴിയില്ല. മുഖ്യമന്ത്രി ഇത്രയും ദിവസം മൗനവ്രതത്തിലായിരുന്നു, മൗനിഭാവയായിരുന്നല്ലോ. ഇന്നിപ്പോൾ വന്നിട്ട് പറഞ്ഞിരിക്കുന്നത് കേരളത്തിന് അപമാനമാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ മുഖ്യമന്ത്രിയാണ് കേരളത്തിന് അപമാനം. അതിനാണ് മാറ്റമുണ്ടാകേണ്ടത്. ഈ കേസ് CBIക്ക് വിട്ട് കേരളീയ സമൂഹത്തിൽ ഈ ജനാധിപത്യത്തിലുള്ള വിശ്വാസം പുനഃസ്ഥാപിക്കണമെങ്കിൽ ഈ കേസ് CBIക്ക് തന്നെ വിടുക തന്നെ വേണം. അതിനെന്താ തർക്കം? ഇനി അതേ സമയത്ത് തന്നെയാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഇതിനെതിരായി പറയുന്നത് തന്നെയാണ്. പക്ഷേ ഈ കേസിന്റെ തുടക്കം മുതൽ CPM പ്രതിരോധത്തിലായതുപോലെ തന്നെ BJPയും പ്രതിരോധത്തിലായിരുന്നു. വാസുദേവന്റെ വീട് ആക്രമിച്ചവർ BJP പ്രവർത്തകരാണ്, മരിച്ച ശ്രീജിത്തും BJP പ്രവർത്തകരാണ് തുടങ്ങിയ വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ കോടതിയിൽ കീഴടങ്ങിയിരിക്കുന്ന 3 പേരും അവർ BJP പ്രവർത്തകരാണ്. അവരെ സംരക്ഷിച്ചിരുന്നത് BJP ആണോ, പാർട്ടിയാണോ? അവിടെ നടന്ന ഈ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആ ഒരു ഉത്സവത്തിനിടയിൽ നടന്നിട്ടുള്ള ചെറിയൊരു സംഭവമാണ് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയിലേക്ക് എത്തിയിട്ടുള്ളത്. എന്തായാലും ശരി, ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യപ്പെട്ടു. അതിനെ സംബന്ധിച്ച് അതിന് കാരണക്കാരായിട്ടുള്ളവർക്കെതിരെ കേസെടുത്ത് നടപടികൾ എടുക്കണം. അവർ കുറച്ചുപേർ BJP അനുഭാവികളാണ്, ചിലർ ക്ഷേത്ര ഭക്തന്മാരാണ്, അവിടെയുള്ള സാധാരണ യുവാക്കളാണ്. അവരുടെ ചില പ്രശ്നങ്ങൾ കാരണമാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. സ്മൃതി, വിഷയം അത് വളരെ ലഘുവായിട്ടുള്ളൊരു വിഷയമാണ്. ആ വിഷയം ആ രീതിയിൽ കൈകാര്യം ചെയ്യാമായിരുന്നു. ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് അവരെ കേസെടുത്ത് ജയിലിലാക്കാമായിരുന്നു. അതാണ് നടന്നിരുന്നതെങ്കിൽ പോലീസിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊന്നും ഉന്നയിക്കേണ്ട യാതൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇപ്പോൾ ശ്രീ നൗഷാദിനെ പോലെയുള്ളവർ പറയുന്നത് അവർക്ക് നഷ്ടപരിഹാരം കൊടുത്തു, അവർ ഇനി CBI അന്വേഷണം നടത്തി ആവശ്യപ്പെടില്ല എന്നൊക്കെയാണ് അദ്ദേഹം ആശിക്കുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് ശ്രീ നൗഷാദ്, ഒരു നഷ്ടപരിഹാരം എന്ന് പറയുന്നത് നിങ്ങളുടെ ഔദാര്യമല്ല. ഈ നാട്ടിലെ എല്ലാ പ്രജകളുടെയും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ഗവൺമെൻറ്റിനും പോലീസിനും അവരുടെ ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് നഷ്ടപരിഹാരം നൽകുന്നത്. അത് സർക്കാരിൻ്റെ ഔദാര്യമല്ല. ഇനി ഈ 10 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഏത് സമയത്ത് കൊടുത്തു, ഇന്നുവരെ മുഖ്യമന്ത്രി അവിടെ സന്ദർശിച്ചിട്ടില്ല. അത്തരത്തിലുള്ള വിഷയങ്ങൾ പലവട്ടം ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ വേറൊരു വിഷയം താങ്കൾ കാണാതിരുന്നുകൂടാ. ഇവിടെ ഇന്നിപ്പോൾ ശ്രീ ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞതുപോലെ ഈ സംസ്ഥാനത്തിന് അപമാനമായിരിക്കുന്നു ഇവിടുത്തെ മുഖ്യമന്ത്രി. കാരണം ഈ കേസിൽ മാത്രമല്ലല്ലോ, ഈ സർക്കാർ വന്നതിന് ശേഷം ഏകദേശം 2 ലക്ഷം ക്രിമിനൽ കേസുകളാണ് ഈ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്.
അതിൽ 3800 കേസുകൾ പട്ടികജാതി പീഡനമാണ്, 3200 കേസുകൾ ബലാത്സംഗമാണ്, അതിൽ 1108 കേസുകൾ കൊച്ചു കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്തതാണ്. 26 പേരെ ബലാത്സംഗത്തിൻ്റെ ഈ 26 പേർ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഈ സംഭവത്തിനൊക്കെ ഉത്തരവാദി ആരാ? ഇവിടുത്തെ മുഖ്യമന്ത്രിയാണ്. നേരത്തെ കരുണാകരൻ്റെ കാലഘട്ടത്തിൽ രാജനെ കൊന്നതിൻ്റെ പേരിൽ കരുണാകരൻ രാജിവെച്ചൊരു കീഴ്വഴക്കം ഇവിടെ ഉണ്ട്. ആ കരുണാകരൻ്റെ ആ സമയത്ത് നിങ്ങൾ വലിയ ജനാധിപത്യമൊക്കെ പറയുമായിരിക്കും, പക്ഷെ വസ്തുതകളായിട്ട് തന്നെ കാണണം. ആ രീതിയിലാണ് ഇന്നിവിടുത്തെ കേരളത്തിലെ പോലീസ് സംവിധാനം. അതുകൊണ്ട് പിണറായി വിജയൻ ചെയ്യേണ്ടത് അദ്ദേഹത്തിന് ഈ കേരളത്തിൻ്റെ അപമാനമായിട്ട് ഒരു മുഖ്യമന്ത്രിയായിട്ടും ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ട് ഇരിക്കാൻ ശ്രമിക്കുന്നതിന് പകരം രാജിവെച്ച് അദ്ദേഹത്തിന് അധികാരത്തിനോടല്ല ഈ കേരളത്തിന് സംഭവിച്ചിരിക്കുന്ന അപമാനത്തിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം അദ്ദേഹമാണ് ഏറ്റെടുക്കേണ്ടത് എന്നുള്ളതിൽ ഏതൊരു സംശയവുമില്ല. ഇനി മറ്റൊന്ന് ഒരൊറ്റ പോയിന്റ് കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഇത് പലവട്ടം ചർച്ച ചെയ്താണെങ്കിലും കഴിഞ്ഞ ഒരു വിദേശി വനിത കൊലപ്പെടുത്തിയ കേസിൽ അതിലിവിടുത്തെ പിണറായി വിജയൻ പോലീസ് തെളിവ് ശേഖരിക്കാനല്ല, തെളിവ് നശിപ്പിക്കാനാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് നേരത്തെ മനുഷ്യാവകാശ കമ്മീഷനെ തെറി വിളിച്ചതിന് ശേഷം മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഉത്തരവ് വരുന്ന സമയം നോക്കി 5 മണിക്ക് വെച്ചിരുന്ന ആ ശവം മറവ് ചെയ്യൽ ദഹിപ്പിക്കൽ കർമ്മം 4 മണിക്കാക്കിയിട്ട് ആ തെളിവ് നശിപ്പിക്കാനാണ് പരിശ്രമിക്കുന്നത്. ഇവിടെയൊക്കെ പ്രതികളെ സംരക്ഷിക്കുന്ന ഇവിടത്തെ വേട്ടക്കാരനോടൊപ്പം നിൽക്കുന്ന പോലീസായിട്ട് ഭരണകൂടമായിട്ട് മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ മാറുന്നതിൻ്റെ 100 ഉദാഹരണങ്ങൾ ഇന്ന് കേരളത്തിലെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം മിസ്റ്റർ നൗഷാദ്. അതുകൊണ്ട് താങ്കൾ എത്ര ബഹളം വെച്ചാലും താങ്കൾക്ക് ഈ കേരളത്തിലെ പോലീസിനെ അല്പം പോലും ന്യായീകരിക്കാൻ, ഇവിടെ സമൂഹത്തിന് മുമ്പിൽ ന്യായീകരിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം താങ്കൾ മനസ്സിലാക്കണം. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ഇനി ചർച്ചയ്ക്ക് 4 മിനിറ്റ് കൂടിയേ ഉള്ളൂ. ശ്രീ എൻ പി ചെക്കുട്ടി, വരാപ്പുഴയിലെ അപമാനം മുഖ്യമന്ത്രിയല്ലേ ഏറ്റെടുക്കേണ്ടത്, നാടാണോ ഏറ്റെടുക്കേണ്ടത്? യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി നാട്ടുകാരുടെ തലയിൽ ഈ ചുമതലയൊക്കെ ഏറ്റെടുക്കുന്നതിന് പകരം അദ്ദേഹം ആലോചിക്കേണ്ടത് കഴിഞ്ഞ 2 വർഷമായിട്ട് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലക്കാരെന്ന നിലയിൽ അദ്ദേഹം എന്ത് ചെയ്തു എന്നാണ് പരിശോധിക്കേണ്ടത്. എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഹാൻഡ്സ് ഓൺ കൺട്രോൾ പോലീസിൻ്റെ മേളിൽ വേണം. ഹാൻഡ്സ് ഓൺ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിൻ്റെ അമിതമായ രാഷ്ട്രീയവൽക്കരണത്തെ അദ്ദേഹം സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടത്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്, കേരള പോലീസ് വളരെ പ്രൊഫഷണൽ ഫോഴ്സ് ആണെങ്കിലും ഇപ്പം രാഷ്ട്രീയത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ചാഞ്ചാടും ചരിഞ്ഞാടി നിൽക്കുന്ന ഒരു പോലീസ് ഫോഴ്സായിട്ട് മാറിയിരിക്കുന്നു. അതുകൊണ്ട് അവർക്ക് ഗുണങ്ങളുണ്ട്, ആളുകൾക്ക് നേട്ടങ്ങളുണ്ട്, വേണ്ടപ്പെട്ട സ്ഥലങ്ങളിൽ പോസ്റ്റിംഗ് കിട്ടും, ഹയർ പ്രൊമോഷൻസ് കിട്ടും. ഇപ്പോൾ ഇന്നലെ കേട്ടു DG ഒരു SP ആയിട്ട് പ്രൊമോഷൻ കിട്ടാനും പോലീസ് അസോസിയേഷനുകാർക്ക് കൈക്കൂലി കൊടുക്കുന്ന അവസ്ഥ ഉണ്ടായിരിക്കുന്നു. ഇതൊക്കെ കാണിക്കുന്നത് നമ്മുടെ കേരള പോലീസിനകത്ത് കക്ഷി രാഷ്ട്രീയപരമായ താല്പര്യങ്ങൾ വലിയ തോതിൽ കടന്നാക്രമണം നടത്തിയിരുന്നത് പോലീസ് ഒരു പ്രൊഫഷണൽ ഫോഴ്സ് ഒന്നും അല്ലാതായിരിക്കുന്നു. അത് മാറണമെങ്കിൽ പോലീസിൻ്റെ മേൽ മുഖ്യമന്ത്രിയുടെ നിയന്ത്രണം കൂടുതൽ വരണം. അദ്ദേഹത്തിൻ്റെ ഓഫീസിലുള്ള ക്ലർക്കന്മാരോ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ള ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ പ്രാദേശിക തലത്തിലുള്ള ഏജന്റുമാരോ ഒക്കെ പോലീസിനെ നയിക്കുന്നത് അവസാനിപ്പിക്കണം. ഈ വരാപ്പുഴ കേസിൽ തന്നെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് പ്രാദേശികാടിസ്ഥാനത്തിലുള്ള ചില നേതാക്കളുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് SP ഇടപെട്ടിട്ട് ഈ ഉദ്യോഗസ്ഥരെ വെച്ചിട്ട് ഈ കൊലാഹലം നടത്തിയതാണ്. അതാണ് ഈ കടുത്ത പ്രശ്നങ്ങളിലേക്ക് നയിച്ചിരിക്കുന്നത്. അത് മറച്ചു വയ്ക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. SP തുടക്കം മുതലേ ഈ വസ്തുതകൾ മറച്ചു വയ്ക്കാൻ ശ്രമിച്ചു. ആ വസ്തുതകൾ മറച്ചു വയ്ക്കാൻ ശ്രമിച്ച SP-യെ ചോദ്യം ചെയ്യാൻ പോലും പോലീസ് തയ്യാറാണ്. ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് പോലീസ് ഭരണത്തിനകത്ത് കടുത്ത തകരാറുകളുണ്ട്. അത് മുഖ്യമന്ത്രി പരിശോധിച്ച് തിരുത്താൻ തയ്യാറാണ്. അല്ലെങ്കിൽ അദ്ദേഹം ആ വകുപ്പ് വേറെ കഴിവുള്ള അല്ലെങ്കിൽ സമയമുള്ള ആരെങ്കിലും ഏൽപ്പിക്കണം. മുഖ്യമന്ത്രിക്ക് നിയന്ത്രണമില്ല എന്ന് തുറന്നു സമ്മതിക്കാൻ താങ്കൾക്ക് സാധിക്കുമോ? DYSP SP ആക്കാൻ പോലീസ് അസോസിയേഷൻ 25 ലക്ഷം വാങ്ങി. ഇപ്പോൾ ശ്രീ എൻ പി ചെക്കുട്ടി ചൂണ്ടിക്കാണിച്ച കാര്യം, ഈ സർക്കാർ വന്ന ശേഷം 6 ലോക്കപ്പ് കൊലകളുണ്ടായി. പോലീസ് പീഡനം മൂലം ജനത്തിന് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം. ആദിവാസി യുവാവിനെ നാട്ടുകാർ കൊന്നു, ഭാര്യയെ ഭർത്താവ് തീ കൊളുത്തി കൊന്നു, വിദേശ വനിതയ്ക്ക് ദാരുണാന്ത്യമുണ്ടായി. ഈ സംഭവങ്ങളൊക്കെ ഈ 2 വർഷത്തിനിടയ്ക്കാണ്. അല്ല സ്മൃതി, ഭാര്യയെ ഭർത്താവ് തീ കൊളുത്തി കൊന്നതിനും പിണറായി വിജയൻ മറുപടി പറയണമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താന്ന് ഇവിടുത്തെ ക്രമസമാധാന നിലയെക്കുറിച്ചാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നത്തിൽ ഞാൻ പറഞ്ഞോട്ടെ,
അതൊക്കെ ക്രമസമാധാനത്തിന്റെ പ്രശ്നമാണോ? ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം. നിങ്ങൾക്ക് ഒറ്റ അജണ്ടയുള്ളൂ, ഈ ഗവൺമെന്റിനെയും പിണറായി വിജയനെയും ടാർഗറ്റ് ചെയ്ത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കുറ്റക്കാരനും വികൃതവുമാക്കുക എന്നുള്ള തരത്തിലുള്ളൊരു അജണ്ടയാണ്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം, പോലീസിൻ്റെ പീഡനം ഏറ്റുവാങ്ങി. നേരത്തെ ഇവിടെ പറഞ്ഞു, സമയം തരാതെ നിങ്ങൾ ഏറ്റവും അവസാനം 1 മിനിറ്റ് മാത്രം ഉള്ളപ്പോഴാണ് എന്നിലേക്ക് വരുന്നത്, ബാക്കിയുള്ളവർക്കെല്ലാം യഥേഷ്ടം സമയം കൊടുത്തു. നിങ്ങൾ പോലീസിൻ്റെ പീഡനം, MLA ആയിരുന്നിട്ട് പോലും ലോക്കപ്പിലിട്ട് അതിഭീകരമായി മർദ്ദിച്ച് ഈ ജീവച്ഛവമാക്കി മരിച്ചു എന്ന് കരുതിയിട്ട് പോലീസ് ഉപേക്ഷിച്ച നേതാവാണ് സഹ പിണറായി വിജയൻ. ആ പണി ചെയ്ത ജ്യോതികുമാർ ചാമക്കാലയുടെ അവരുടെ പിൻഗാമിയായിട്ട് ഈ വർത്തമാനം പിൻബലത്തിൽ സമയം അവസാനിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.